അതോടൊപ്പം നമ്മളെ അടിച്ചാൽ നമ്മൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഒരു തലക്കന്ന് ശരിയാക്കി ഇങ്ങനെ വരികയായിരുന്നു. ഇങ്ങനെ ഉപദേശിച്ചാൽ ഈ അടിയും തിരിച്ചടിയും എവിടെ ചെന്ന് നിൽക്കും? ചെറുക്കേണ്ടി വന്നാൽ ചെറുക്കേണ്ടി വരും. നമ്മൾ ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാർട്ടി സമ്മേളനങ്ങൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. കരുനാഗപ്പള്ളിയിൽ ഉണ്ടായ അടിക്ക് തിരിച്ചടിക്കാനാണോ സഖാവ് പറഞ്ഞത് എന്നാണ് മനസ്സിലാവാത്തത്. പ്രിയപ്പെട്ട സഖാക്കളെ, നമ്മൾ പുതിയ മുന്നേറ്റത്തിന് ശ്രമിക്കുന്നതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. എം മണി സഖാവ് പല സമയങ്ങളിലും പല തലവേദനയും പാർട്ടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുണ്ടാക്കിയ പൊല്ലാപ്പ് ചെറുതല്ല എന്ന് നാം കാണണം. ആ പൊല്ലാപ്പുകൾ എണ്ണാൻ തുടങ്ങിയാലേ 1 2 3 4 എന്ന് പറഞ്ഞ് ഒരുപാട് ഉണ്ടാകും. പല ഘട്ടങ്ങളിലും വിവാദങ്ങളായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ നിർത്തി ഒന്ന് ഒതുങ്ങി നടക്കായിരുന്നു മൂപ്പര്. ഇതിപ്പോ എന്താണെന്നാണ് മനസ്സിലാവാത്തത്. എന്നാൽ പാർലമെന്ററി ജനാധിപത്യ സമ്പ്രദായത്തിൽ കൂടി രാജ്യത്താകെ മാറ്റം വരുത്താമെന്ന് നമ്മൾ കരുതുന്നില്ല. അതായത് ജനാധിപത്യ രീതിയിൽ പോയാൽ നമ്മൾ വിചാരിച്ച എല്ലാ മാറ്റങ്ങളും ചിലപ്പോൾ നടത്താൻ പറ്റിയെന്ന് വരൂലെന്ന്. അപ്പോൾ ഈ ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്നവർക്ക് എന്താ പറയാനുള്ളത്? ഇത് നമ്മുടെ സംസ്ഥാനത്തുള്ള ഒരു പ്രധാന പ്രശ്നമായിട്ടാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യങ്ങളെ എങ്ങനെ മറികടക്കാം? അപ്പൊ എന്ത് ചെയ്യും സഖാക്കളെ? നമ്മുടെ നേരെ ചൊവ്വന് പ്രവർത്തിക്കാൻ അനുവദിക്കുമെന്നൊന്നും കരുതണ്ട. നേരെ ചൊവ്വ ഒന്ന് അടിച്ചാൽ തിരിച്ചടിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം, ഒരു പ്രത്യേക സാഹചര്യമാണ്. ഈ സാഹചര്യം വല്ലാത്തൊരു സാഹചര്യമാണ്. പാർലമെന്ററി ജനാധിപത്യത്തിലൂടെ മാറ്റങ്ങൾ വരുത്തുമെന്ന് പറയുന്ന ഒരു കൂട്ടര്, എന്നാൽ അടിക്ക് തിരിച്ചടി വേണമെന്ന് പറയുന്ന മറ്റൊരു കൂട്ടര്. നമ്മളിപ്പോൾ ഇതിൽ എന്ത് സമീപനം സ്വീകരിക്കും? പിന്നെ ഞങ്ങളിതിൽ പൊതുവിൽ സ്വീകരിച്ചു വരുന്ന ഒരു സമീപനമുണ്ട്. പക്ഷെ ആ സമീപനം പോരാന്നാണ് മണിസഖാവിന്റെ പക്ഷം. പ്രിയപ്പെട്ട സഖാക്കളെ, നമ്മുടെ പാർട്ടി സാധാരണ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റു പാർട്ടികൾ പോലല്ല. നമ്മുടെ പാർട്ടിക്ക് ചില പ്രത്യേകതകൾ നമ്മൾ തന്നെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. നിയമവിരുദ്ധമായ മാർഗം, വർഗസമരം, ബഹുജന സമരം, പണിമുടക്ക്, ഹർത്താല്, ബന്ദ് എല്ലാം നിയമവിരുദ്ധമായ മാർഗമാണ്. നമ്മളെ അടിച്ചാൽ തിരിച്ചടി, ഏത് പ്രതിസന്ധിയെ നേരിടിയില്ല, ഇതൊക്കെ നിയമവിരുദ്ധമായ മാർഗമാണ്. അങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പാർട്ടിക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് ചെയ്യാന്ന്. അതാ കയ്യും കെട്ടി നിന്ന് വലിയ തൊടി പിടിച്ചാൽ പ്രസ്ഥാനം ശക്തിപ്പെടുമെന്നുള്ള തെറ്റായ ധാരണയൊന്നും വേണ്ട. അപ്പൊ പ്രസ്ഥാനം ശക്തിപ്പെടണമെങ്കിൽ ഇങ്ങനെ ചില മാർഗങ്ങളൊക്കെ പ്രയോഗിക്കേണ്ടി വരുമെന്ന്. ആ മാർഗങ്ങളെല്ലാം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ പാർട്ടി മുന്നോട്ട് പ്രവർത്തിക്കുക. അപ്പൊ ഈ പ്രവർത്തന രീതി എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കൈയടിച്ച് പാസ്സാക്കിക്കോളി. അതല്ല തിരുത്താനുണ്ടെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ സംസാരം ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഞങ്ങളിതിൽ പൊതുവിൽ സ്വീകരിച്ചു വരുന്ന ഒരു സമീപനമുണ്ട്. പക്ഷേ ആ സമീപനത്തിൽ മാത്രം നിൽക്കാൻ പറ്റുന്ന ഒരു ഘട്ടമല്ല ഇന്ന് എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാഷെ വിളിക്കാം. മാഷെ, 1-2 കുട്ടികളെ ഒന്ന് ചെറുതായിട്ടൊന്ന് ശരിയാക്കാണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ട കുട്ടികൾ. എല്ലാത്തിനും ഒരുമിച്ച് സ്കൂളിൽ നിന്ന് പേര് വെട്ടിവിട്ടിരിക്കുക. അനുസരണ വളരെ ഉള്ള കൂട്ടങ്ങളാ. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചാൽ അപ്പം അങ്ങോട്ട് പോകും. ഇതുവരെ നിങ്ങളെ പോലുള്ള 6 വാദ്യമാരും മനം മടുത്ത് രാഖിരാമാനെ ഇവിടുന്ന് ഒളിച്ചോടി പോയിട്ടുണ്ട്. അപ്പൊ അടിക്ക് തിരിച്ചടി എന്ന പ്രസംഗം ഇനിയും നീണ്ടുപോയാൽ എവിടെയൊക്കെ ആരെയൊക്കെ ശരിയാക്കാൻ വേണ്ടി മാഷ് രംഗത്ത് ഇറങ്ങേണ്ടി വരുമെന്ന് കാത്തിരുന്ന് കാണാം.